Dear children, today we are going to study English Unit 3, The Language of Birds. ഇതിൽ തോട്ട്സ് കോൺവെർസേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മക്കളെ, നമ്മുടെ ചാനലിൽ LSSൻ്റെ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട്. ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് തോട്ട്സ് നോക്കാം. When Ivan opened his eyes, he was alone in a boat. He looked around. He could only see endless sea around him. മെർച്ചൻ്റ് നമ്മുടെ ഇവാനെ മയക്കണ വെള്ളമൊക്കെ കൊടുത്ത് ബോട്ടിലാക്കിയിട്ട് കടലിൽ കൊയ്ക്കി വിട്ടിരുന്നു അല്ലേ. ഇവാന് കണ്ണ് തുറന്നപ്പോൾ അവന് കടലിലാണ്, ചുറ്റുപാടും കടലാണ്, വെള്ളമാണ് കാണുന്നത്. വാട്ട് കുഡ് ബി ദ തോട്ട്സ് ഓഫ് ഇവാൻ ദെൻ? ആ സമയത്ത് ഇവാന് എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും? ഓ മൈ ഗോഡ്, I can only see huge waves. Where am I? How did I reach here? എൻ്റെ ദൈവമേ, തിരമാലകൾ മാത്രമാണല്ലോ ഞാൻ കാണുന്നത്. ഞാൻ എവിടെയാണ്? ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? Who put me here in the sea? Am I going to die? ആരാണ് എന്നെ കടലിലേക്ക് എത്തിയത്? ഞാൻ മരിച്ചു പോകില്ലേ? Who will save me? ആരാണ് എന്നെ രക്ഷിക്കുക? Nobody is here to hear my cries. ഇവിടെ എൻ്റെ കരച്ചിൽ കേൾക്കാനും ആരുമില്ലല്ലോ. ഓ മൈ ഗോഡ്, പ്ലീസ് ഹെൽപ്പ് മീ. ദൈവമേ, ദയവ് ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്കണേ. ഇവാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. ഇവാൻ അറിഞ്ഞിട്ടില്ലല്ലോ കടലിലേക്ക് കടത്തിയത്. ഇവാൻ മയക്കത്തിലായിരുന്നില്ലേ അല്ലേ. ഇനി നിങ്ങൾക്കറിയാവുന്ന എഴുതി ചേർക്കാട്ടോ. ഇതൊക്കെ ഒരു കോളത്തിലാക്കണേ. അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ മെർച്ചൻ്റ് വാസ് എ ഡേഷ് മാൻ. മെർച്ചൻ്റ് എങ്ങനെയുള്ള ആളായിരുന്നു? ക്രൂവൽ മാൻ ആയിരുന്നു അല്ലേ. I wish I could understand the dash of birds, said Ivan. എന്താണ് ആൻസർ? ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ആണ് അല്ലേ, ലാംഗ്വേജ്. വൺ ഡേ ദ മെർച്ചൻറ്റ് സെൻഡ് ഇവാൻ ടു ദ ഫോറസ്റ്റ് ടു ഡേഷ് ഫെയർവുഡ്. ആൻസർ ഫെച്ച്. മെർച്ചൻ്റ് ഇവാനെ കാട്ടിലേക്ക് അയച്ചത് എന്തിനാണ്? ഫെച്ച് ഫെയർവുഡ്. എന്താണ്? കത്തിക്കാനുള്ള വിറക് കൊണ്ടുവരാൻ. I have a dash to tell you, the bird said. ആൻസർ സീക്രട്ട്. ഞാൻ നിനക്കൊരു രഹസ്യം പറഞ്ഞു തരട്ടെ എന്നാണ് പക്ഷി പറഞ്ഞത്. ബേർഡ് ഡാഷ് ദ സീക്രട്ട് ഇൻ ഇവാൻസ് ഇയേഴ്സ്. ആൻസർ വിസ്പേർഡ്. വിസ്പേർഡ് എന്നാൽ മന്ത്രിക്കുക അല്ലെങ്കിൽ പതുക്കെ പറയുക. വൺ ഡേ ദ മെർച്ചൻ്റ് ഗാവ് ഇവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം. ആൻസർ ഡ്രോസി. ഡ്രോസി മയക്കമുണ്ടാക്കുന്ന അല്ലേ, മയങ്ങുന്ന ഒരു വെള്ളമാണ് ഇവാന് കുടിക്കാൻ കൊടുത്തത്. ദ ഡാഷ് ഓൺ ദ ഷിപ്പ് സേവ് ഇവാൻ ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. ആൻസർ ക്രൂ. ക്രൂ ഓൺ ദ ഷിപ്പ്, കപ്പൽ ജോലിക്കാരാണ് ഇവാനെ കണ്ടത്. ക്രെയിൻസ് വെർ ഡാഷ് എ സ്റ്റോം. ആൻസർ പ്രിഡിക്റ്റിംഗ്, പ്രവചിക്കുക അല്ലെങ്കിൽ മുൻകൂട്ടി പറയുക. കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന്, സ്റ്റോം കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് കൊക്കുകൾ പ്രവചിച്ചു. ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് ഡാഷ്. ആൻസർ അന്നോയ്ഡ്. അർത്ഥം ബുദ്ധിമുട്ടിലാക്കുക അല്ലെങ്കിൽ ശല്യപ്പെടുത്തുക. Many crows dash on the windows, walls and roof of the palace and even on the trees nearby. Perched. Many crows perched on the windows. Perched എന്നാൽ കാക്കകൾ, പക്ഷികൾ ഇരിക്കണേനാണ് പെർച്ച്ഡ് എന്ന് പറയാം. മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? പാഠഭാഗങ്ങൾ നന്നായിട്ട് അർത്ഥത്തോടെ വായിക്കാൻ അറിയണം. എന്നാൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന കോൺവെർസേഷന് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ചോദ്യോത്തരങ്ങളൊക്കെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. The king ordered his men to dash the trees. Stop cutting. Long live King Ivan. People praised his dash. Answer wisdom. The old man in dash clothes appeared for him. Answer shabby. വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ മുഷിഞ്ഞ. ഷാബി ക്ലോത്ത്സ്, മുഷിഞ്ഞ വസ്ത്രം. Ivan dash him as his servant. Answer appointed. A soft wind carried the dash of wild flowers into the room. Answer fragrance. Next, conversation. Standing on the deck, Ivan heard the prediction of the cranes about the storm. He informed it the captain. What would be the possible conversation between them? Deck എന്നാൽ ഷിപ്പിൻ്റെ മുകൾ തട്ട്. ഞാൻ മുകൾ തട്ടിൽ നിൽക്കുന്ന സമയത്ത് ക്രെയിനുകൾ കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് പ്രവചിക്കുന്നത് ഇവാൻ കേട്ടു. വിവരങ്ങൾ ക്യാപ്റ്റനോട് ഇവാൻ പറയുകയാണ്. ഇതാണ് കോൺവെർസേഷൻ എഴുതേണ്ടത്. ഇവാൻ, ഡിയർ ക്യാപ്റ്റൻ,
ലെറ്റ്സ് മൂവ് ടുവേർഡ്സ് എ ഹാർബർ ഓർ വി വിൽ ബി ഇൻ ഡേഞ്ചർ. ഹാർബർ തുറമുഖം. നമുക്ക് തുറമുഖത്തേക്ക് നീങ്ങാം, ഒരു അപകടം വരാനുണ്ടെന്നാണ് ഇവാൻ പറയുന്നത്. ക്യാപ്റ്റൻ, വാട്ട്സ് വി വിൽ ബി ഇൻ ഡേഞ്ചർ? വാട്ട്സ് ദ പ്രോബ്ലം മൈ ബോയ്? ഇവാൻ, ഐ ഹിയർഡ് ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം, ബി കെയർഫുൾ. ഇതിൻ്റെ കറുത്ത് അറിയാലോ അല്ലേ? ഇവിടെയൊക്കെ ഐ ഹിയർഡ്, ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷികൾ മുൻകൂട്ടി പറയുന്നത് അല്ലെങ്കിൽ പ്രവചിക്കുന്നത്, കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് പ്രവചിക്കുന്നത് ഞാൻ കേട്ടു. ക്യാപ്റ്റൻ, യു സില്ലി ബോയ്, കീപ് ക്വയറ്റ്. ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ബേർഡ്സ് ലാംഗ്വേജ്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സില്ലി നിസ്സാരമായ, കീപ് ക്വയറ്റ് മിണ്ടാതിരിക്കൂ, നീ ഒന്നും മിണ്ടാതിരിക്ക്, നിനക്ക് പക്ഷികളുടെ ഭാഷ അറിയോ എന്നാണ് ക്യാപ്റ്റൻ ചോദിക്കുന്നത്. ഇവാൻ, ഐ നോ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ക്യാപ്റ്റൻ, പ്ലീസ് ആങ്കർ ദ ഷിപ്പ്. ആങ്കർ, നങ്കൂരമിടുക. ക്യാപ്റ്റൻ, ഓക്കെ, ലെറ്റ്സ് ഗോ ദ ഹാർബർ. ഇവാൻ, താങ്ക് യു ക്യാപ്റ്റൻ. ഇനി മറ്റൊരു കോൺവെർസേഷൻ നോക്കാം. യുവർ മെജസ്റ്റി, സപ്പർ ഈസ് റെഡി. ഇവാൻ ലുക്ക് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഹി കുഡ് നോട്ട് ബിലീവ്സ് ഹിസ് ഐസ്. ഓൾഡ് സെർവൻറ്റിനെ നോക്കിയ ഇവാന് അത് വിശ്വസിക്കാനായില്ല. ഇമാജിൻ ആൻഡ് റൈറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ഇവാൻ ആൻഡ് ദ ഓൾഡ് മാൻ. ഇവാൻ, ഡു യു റിമെമ്പർ മീ? ഓൾഡ് മാൻ, യുവർ മെജസ്റ്റി, യു ആർ അവർ കിങ്. ഇവാൻ പറയാണ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ ഓൾഡ് മാൻ എന്താ പറയണത്? അതെ, നിങ്ങൾ ഞങ്ങളുടെ രാജാവല്ലേ. നോ ഐ ആം യുവർ കിങ്. അതെ, ഞാനിപ്പോൾ നിങ്ങളുടെ രാജാവാണ്. ബട്ട് ബിഫോർ ഐ വാസ് യുവർ സെർവൻറ്റ് ഇവാൻ. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ സെർവൻ്റ് ആയിരുന്നു. ഓൾഡ് മാൻ, ഫോർ ഗിവ് മീ കിങ്. ഗിവ് എന്നാൽ ക്ഷമിക്കുക. ഐ വാസ് വെരി ക്രൂവൽ ടു യു. ഇവാൻ, ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ സ്റ്റേ ഹിയർ വിത്ത് മീ. ഓക്കെ മക്കളെ, നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അർത്ഥത്തോടെ വായിക്കാൻ പഠിക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതിയെടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.